ഇതിനെനിക്ക് അമ്മ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, വെറുതെ വിളിച്ചതാണ്, അന്ന് വൈകിട്ട് തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മിനി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട് കുഞ്ഞാലൂസിൽ, നീ ഒന്ന് പോയി നോക്ക്, നല്ല ഡോക്ടറാന്ന് പറഞ്ഞു. അമ്മേനെയും കൂട്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ പോയി. അപ്പോൾ ഡോക്ടർ, എല്ലാ ഡോക്ടേഴ്സും പറയണത് വാ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് എല്ലാവരും പറയണേ. ആരും അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കും അത് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു. അന്ന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ടും കിട്ടി. അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ സ്കാൻ ചെയ്തതെന്ന്. പേര് അർഷിത, ഞാൻ ചേർത്തല അരൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ 2017 MSc പാസ്സായതിനു ശേഷം നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ തനിയെ തന്നെയായിരുന്നു പ്രിപ്പറേഷൻസ്. 2 തവണ എഴുതി. ഇതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പലയിടത്തും. അപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3ാമത്തെ അറ്റംപ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ച എല്ലാവർക്കും ഓൾമോസ്റ്റ് കിട്ടി, നെറ്റ് കിട്ടി. അവർ ഫ്യൂച്ചർ ഇതിലോട്ട് പോയി. ഞങ്ങൾ 2 പേര് മാത്രം ഒന്നും ആവാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ മറ്റേ കുട്ടിക്കും പുറത്തുനിന്നൊരു ഓപ്ഷൻ വന്നു, അത് പോയി. ഞാൻ പുറത്തോട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം വീട്ടിൽ അത്യാവശ്യം ഫിനാൻഷ്യലി പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ട് നോക്കിയില്ല. തനിയെ തന്നെ പ്രിപ്പയർ ചെയ്തു. എങ്ങനെയെങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം, ഫെലോഷിപ്പ് ഉണ്ടാവും, അപ്പോൾ എനിക്ക് പഠിക്കുകയും ചെയ്യാം, വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റ് ആയപ്പോൾ ഓൺലൈനാക്കി എക്സാം. അതുവരെ ഓഫ്ലൈൻ ആയിരുന്നു. അപ്പോൾ ടെൻഷൻ കൂടി, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി വന്നു. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളത് അടുത്ത ടെൻഷൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വിടുവാണ്, എന്നിട്ട് ഞാൻ പ്രൈവറ്റ് എന്തെങ്കിലും ജോലി ചെയ്ത് ചെന്നൈയിൽ തന്നെ നിന്നോളാം. കാര്യം 2 വർഷമായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണു, PhDക്ക് ജോയിൻ ചെയ്യണം, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് വരണമെന്നേ ഇല്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലൈറ്റ് ക്യാൻഡിൽ എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എന്നൊന്നും അറിയില്ല. അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട് കൃപാസന മാതാവ്, നീ അവരുടെ സൈറ്റിലൊന്ന് കയറി നോക്ക്, അതിൽ ലൈറ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ജസ്റ്റ് ആ സൈറ്റ് അമ്മ പറഞ്ഞപ്പോൾ നോക്കി. ഞാൻ അതിലൊരു മെഴുകുതിരി കത്തി നിൽക്കണ കണ്ടു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കണം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അത് ഞാൻ എഴുതി. പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തില്ല, പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിന്. അങ്ങനെ എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ വന്നു. ആദ്യമേ വന്ന സമയത്ത് അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഒരു ആൻറ്റീനെ കണ്ടു. ആൻറ്റി ഒരു ലോക്കറ്റ് കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ട് അമ്മേനോട് പറഞ്ഞു, ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഉടമ്പടിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു ധാരണ കിട്ടി. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചു. ആ വർഷം 2019 എനിക്ക് നെറ്റ് കിട്ടി. നെറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇയറാണ് എനിക്ക് തോന്നുന്നു കൊറോണ സ്റ്റാർട്ടായി ഡിസംബറിൽ. അപ്പോൾ അഡ്മിഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തു മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ നല്ല സ്ഥലത്ത് ചെയ്യണം, അത്യാവശ്യം ഫെലോഷിപ്പ് കിട്ടിയേ പറ്റുള്ളൂ. കാര്യം വീട്ടിൽ സപ്പോർട്ട് കൊടുക്കണം, ഞാനാണ് മൂത്തത്, അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ടൈമിന്. അപ്പോൾ IIT ഡൽഹിയിൽ മാത്രം ആ ടൈമിന് അഡ്മിഷൻ വന്നു. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം കുറേ നാളായിട്ട് UPയിൽ വർക്ക് ചെയ്തു, പൂനെയിൽ നിന്നു. അപ്പോൾ എനിക്ക് നോർത്തിലോട്ട് പോവണ്ട. പക്ഷെ എന്നാലും ചോദിക്കണവരൊക്കെ പറഞ്ഞു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, IITയിൽ കിട്ടിയിട്ട് പോകണില്ലേ. അങ്ങനെ ഞാൻ ഓർത്ത് ഓക്കെ എങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം. അങ്ങനെ ഞാൻ IITയിൽ ജോയിൻ ചെയ്തു. 1 വർഷം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് അത്യാവശ്യം സേവിങ്സൊക്കെ ആയി. അത് വെച്ചിട്ട് വീട്ടിലെ കുറച്ച് നല്ല കടബാധ്യത ഉണ്ടായിരുന്നു, കുറച്ച് നീക്കി, കുറച്ച് തീർത്തു.
ആ ടൈമിനാണ് അമ്മയ്ക്ക് യൂട്രസിൽ നേരത്തെ ഒരു മുഴ ഇങ്ങനെ ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ ഞങ്ങളത് അറിഞ്ഞതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പീരീഡ്സ് ആവും, പെട്ടെന്ന് നമുക്ക് ഇന്ന ഡേറ്റ് ഒന്നുമില്ല, പീരീഡ്സ് വരും, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, അമ്മ തളർന്നു പോകും ശരിക്കും. അപ്പോൾ അച്ഛൻ ആ ടൈമിന് പത്തനംതിട്ട അവിടെയൊക്കെ ആയിരുന്നു വർക്ക്, അനിയൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞാനും അമ്മയും മാത്രമുള്ള സമയങ്ങളിൽ ഇത് കാണുമ്പോൾ എനിക്കും ടെൻഷനാണ്. അപ്പോൾ 2-3 ഹോസ്പിറ്റലുകളിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം. ഈ 2 വർഷം മുന്നേ ഉള്ള റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇവർ ഈ പറയണത് റിമൂവ് ചെയ്യണമെന്ന്. എങ്കിൽ ഒന്നും കൂടി നോക്കാമെന്നൊന്നും ആരും അപ്പം പറഞ്ഞിട്ടില്ല, നമുക്കും അത് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ദിവസം ഞാനും അമ്മയും കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ പ്രാർത്ഥിച്ചിട്ട് എനിക്കെല്ലാം കിട്ടിയെന്നല്ലേ അമ്മ പറഞ്ഞത്, അപ്പം എന്താ അമ്മയുടെ കാര്യം മാത്രം നടക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, നമ്മൾ നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അതെനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്തു. ഞാനങ്ങനെ ഭയങ്കരമായിട്ടും ഇന്ന കാര്യം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണ ഒരാളല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇതിലായിട്ട് ഇറങ്ങണം. അന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. എനിക്ക് അമ്മയുടെ അസുഖം ഇതിന് എന്ന് വെച്ചാൽ എനിക്ക് പോകാനായി. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണം, ഇത്ര മാസം റെസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇതിനെനിക്ക് അമ്മ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, വെറുതെ വിളിച്ചതാണ്, അന്ന് വൈകിട്ട് തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മിനി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട് കുഞ്ഞാലൂസിൽ, നീ ഒന്ന് പോയി നോക്ക്, നല്ല ഡോക്ടറാന്ന് പറഞ്ഞു. അമ്മേനെയും കൂട്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ പോയി. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയണത് വാ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് എല്ലാവരും പറയണേ. ആരും അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പോലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കും അത് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു. അന്ന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ടും കിട്ടി. അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ സ്കാൻ ചെയ്തതെന്ന്. 7 സെൻറ്റിമീറ്റർ എന്തോ ഉള്ള ഒരു മുഴയായിരുന്നു അത്. 2 വർഷത്തിന് ശേഷത്തെ സ്കാനിങ്ങിൽ അതില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ വിശ്വാസത്തിലോട്ട് എത്തുവാണ്, എനിക്ക് ഓരോരോ ഇത് കിട്ടുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അത് ഡോക്ടറും പറഞ്ഞു ചിലപ്പോൾ ചൊങ്ങിപ്പോയതായിരിക്കാം. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, എന്തോ ആയിക്കോട്ടെ, ഞാൻ മാതാവിലുള്ള വിശ്വാസത്തിലോട്ട് വരാൻ വേണ്ടി ഉണ്ടായ ഒരു നിമിത്തമാണത്. അവിടെ നിന്ന് പിന്നെ അപ്പം ഞാൻ ഓക്കെ, അപ്പോഴും ഞാൻ കൃപാസനത്തിലോട്ട് വരണം എന്നുള്ളൊരു ഇതിലെത്തിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ഞാൻ പോകാനായപ്പോൾ അടുത്ത പ്രശ്നമായി. 27 വയസ്സായി, കല്യാണം നോക്കണം, വീട്ടിലെ ഏറ്റവും മൂത്തതാണ്, അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഏറ്റവും മൂത്ത ആളാണ്. അപ്പോൾ താഴെയുള്ളവരൊക്കെ ചേച്ചിയുടെ കഴിയട്ടെ എന്നിട്ടേ ഞങ്ങൾ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അടുത്ത കുരിശായി. അപ്പോൾ എനിക്കാണെങ്കിൽ 5 വർഷത്തെ കോഴ്സാണ് ഡൽഹിയിൽ. വന്ന ആലോചന 2 പെണ്ണ് കാണൽ നടന്നു. ആദ്യത്തെ ആൾ ചോദിച്ചു MSc വരെ പഠിച്ചില്ലേ, ഇനി PSCക്ക് നോക്കിക്കൂടെ? MSc വരെ പഠിച്ചിട്ട് PSCക്ക് നോക്കേണ്ട ആവശ്യം എന്താ, ഡിഗ്രി കഴിഞ്ഞപ്പോഴേ PSCക്ക് വെക്കൂടായിരുന്നു. അതങ്ങനെ പോയി. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഇത്രയും പെണ്ണുങ്ങളുടെ പഠിത്തമൊക്കെ കണക്കാ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പഠിക്കാനാ, അതും വെറുപ്പിച്ചു. അപ്പോൾ ഉള്ളിലുണ്ട് എന്നുവെച്ചാൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പക്ഷേ അപ്പോഴും ടെൻഷനാണ്. അച്ഛൻ അത്യാവശ്യം സ്ട്രിക്റ്റാണ്, സമ്മതിച്ച് തരില്ല എന്നുള്ളൊരു പേടിയുണ്ട്. രണ്ടും കൽപ്പിച്ച് ആൾ വന്ന് അച്ഛനോട് പറഞ്ഞു, കുറേ കഥകൾ പറഞ്ഞു, ഞാനും കുറേ കഥകൾ പറഞ്ഞു. അങ്ങനെ അച്ഛൻ കല്യാണക്കാരി ആദ്യം തീരുമാനമായി. അപ്പോഴും ടെൻഷനാണ്. അപ്പോൾ കല്യാണക്കാര്യം വന്ന ടൈമിന് ഏപ്രിൽ വന്നിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തതിൽ കാര്യങ്ങളിൽ ഫസ്റ്റ് വെച്ചത് എനിക്ക് ഉചിതമായ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു കല്യാണക്കാര്യം നടക്കണം. 2, വീട്ടിൽ നല്ല കടങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ നോക്കുമ്പോൾ 4 പേരും ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ ഇവർക്ക് ഇത്ര കടം? വീട് പണിയാണെങ്കിൽ തുടങ്ങിയ അടുത്ത് തന്നെ കിടക്കണു, അങ്ങനെ വേറെ അതുണ്ടായിരുന്നു. 3ാമത്തേത് അച്ഛനും അമ്മയ്ക്കും പ്രഷർ, ഷുഗർ ഇങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും അമ്മയ്ക്ക് പ്രഷറൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തലവേദന വരും,
പിന്നെ പോയി ഡ്രിപ്പ് ഇട്ടാലേ ഉള്ളൂ ആൾ ഓക്കെ ആകുള്ളൂ. അപ്പോൾ ഞാനും ഇനി പോയി കഴിഞ്ഞാൽ ഇവരൊറ്റയ്ക്ക് വീട്ടിൽ, അപ്പോൾ ആ ഒരു ടെൻഷൻ വേറെ. അപ്പോൾ ആ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അനിയൻ്റെ ജോലി, അവൻ ഈ പറഞ്ഞ പോലെ 19 വയസ്സിൽ കോഴ്സ് കഴിഞ്ഞു, മറൈൻ ഫിറ്ററാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ സമയം തൊട്ടിട്ടേ ജോലി ട്രെയിനി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവനൊരു പെർമനൻറ്റ് ജോലി വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ 5 കാര്യങ്ങൾ ഞാൻ വെച്ചു. 6ാമത്തെ കാര്യം എൻ്റെ പഠിത്തമാണ്. അപ്പോൾ ഇവിടെ കൗൺസിലർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ മാതാവിന് വിട്ടേക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കാര്യം മാതാവിന് വിട്ടു. മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഇത്രയും നാളും ഒഴുക്കിനനുസരിച്ച് നീന്തിയ ഒരാളാണ്, അപ്പം അങ്ങനെ പോട്ടെ എന്ന് വെച്ചു. അതിൽ 1ാമത്തെ കാര്യം കല്യാണം. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരെൻ്റെ പഠിത്തത്തിന് എന്തോരം സപ്പോർട്ട് ചെയ്യണോ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ഒരു ഫാമിലിയിലോട്ടാണ് ഞാനിപ്പോൾ. എൻ്റെ കല്യാണം മെയ് 21 കഴിഞ്ഞു. ഞാനൊരു ക്രിസ്ത്യനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിലും ഗുണമായി. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ്, ഞാനൊരു ഹിന്ദുവിനെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ അതും എനിക്ക് മാതാവ് സഹായിച്ചു. എല്ലാം കൊണ്ടും നല്ലൊരു ബന്ധത്തിൽ കിട്ടി. പിന്നെ 2ാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആൾ, ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം അമ്മ പ്രഷറിൻ്റെ ഗുളിക കഴിക്കൽ നിർത്തി, കഴിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ 3 അനിയൻ്റെ ജോലിയാണ്. അവൻ മറൈൻ ഫിറ്റർ പഠിച്ചിട്ട് ഈ സെപ്റ്റംബർ 18 അവൻ ജോയിൻ ചെയ്യുവാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുവാണ്. അപ്പോൾ ഞാൻ അത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് പ്രാർത്ഥന ഓക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നാലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ നമ്മളാണിത് ചെയ്യണത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നിരീശ്വരവാദികളാണ്. അപ്പം ഞാൻ ഇത്തിരി വിശ്വാസത്തിലോട്ട് വരുമ്പോൾ അവരെന്നെ തല്ലി താഴ്ത്തും. എന്തിനാണ് നീ സയൻസൊക്കെ പഠിച്ചിട്ട് നീ എന്താ ഈ പറയണേ, മാതാവ് വരുമോ? ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കടങ്ങളാണ്. അപ്പോൾ കല്യാണത്തിനായിട്ട് അച്ഛനും അമ്മയും കരുതി വെച്ചിരുന്നത് ഒരു ചിട്ടിയാണ്. അപ്പോൾ അതും ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നൊരു ഇതായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇത് മാത്രം നടക്കണില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവരോട് ഞാൻ ഈ പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ ക്ലാസ്സിൽ മീൻസ് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ കളിയാക്കും. പോയിരുന്നോ, 1-2 മണിക്കൂർ അവിടെ പോയിരുന്നോ, നീ പഠിക്കണ്ട, നീ ചെയ്യേണ്ടത് നീ ചെയ്യണോ എന്നൊക്കെ പറയും. അങ്ങനെ പറയണവരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത് മാത്രം നടക്കണില്ല. ഒക്ടോബറായി, ഡേറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ആ കല്യാണത്തിന് മെയ്യിലാണ് കല്യാണം നടന്നത്. ഒക്ടോബറായിട്ടും ഡേറ്റ് എടുത്തിട്ടില്ല. കാര്യം കയ്യിലൊന്നും ഇല്ലാണ്ട് ഡേറ്റ് എടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, ജനുവരിയിൽ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് മാത്രം നടക്കാത്തപ്പോൾ ഞാൻ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാം ചെയ്യണുണ്ട്, പള്ളിയിൽ പോകണുണ്ട്, ബൈബിള് വായിക്കണുണ്ട്, കൊന്ത ചൊല്ലാൻ പഠിച്ചു, എന്നെ കണ്ട എല്ലാവരും ആരും പറയില്ല ഹിന്ദുവാന്ന്. അതുപോലെയാണ് ഞാനവിടെ നടക്കണേ ഡൽഹിയിൽ. അപ്പോൾ ഇനി എന്താ പ്രശ്നം? അവിടെ ഡൽഹിയിൽ സ്ട്രീറ്റിലുള്ള 2-3 പിള്ളേർക്ക് പള്ളിയിൽ പോകണ വഴിക്ക് പൈസ കൊടുക്കും. ഇതൊക്കെയാണ് ചെയ്യാറ് പൊതുവെ. ഇപ്പം പിന്നെയും മനസ്സിലാവണില്ല എന്താന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിത് ഒളിപ്പിച്ചാ വെക്കണേ, ഞാൻ ആരോടും പറയണില്ല ഞാൻ എന്താ ചെയ്യണേ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ കെട്ടാൻ പോണ ആളോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, എനിക്ക് കുറേ ഇതുണ്ടെന്ന്. പുള്ളി എന്ന് പറഞ്ഞു, അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോടൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവരും എന്നൊക്കെ പറഞ്ഞ് മൂളി വിടണം, അല്ലാണ്ട് ആരും ഒരു താല്പര്യം കാണിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നവംബർ ആദ്യം അച്ഛൻ ജോസഫ് അച്ഛൻ ഡൽഹിയിൽ വന്നു. 1.5 മണിക്കൂറുണ്ട് ഞാൻ നിൽക്കണടുത്തുനിന്ന് ആ പള്ളിയിലോട്ട്. ഞാൻ കുറേ ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകണോണ്ട് അതിൽ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്നൊരു വണ്ടി വിടണുണ്ട്, അതിൽ വന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ടെൻഷൻ, എനിക്ക് അറിയില്ലാത്തവരുടെ കൂടെയല്ലേ ഞാൻ പോണേ. അങ്ങനെ ഞാൻ 2-3 പേരോട് ഒരു മടിയും കൂടാണ്ട് ചെന്ന് ചോദിച്ചു, ഒന്ന് വരുമോ എൻ്റെ കൂടെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ഫരീദാബാദ് അപ്പുറം പോകണം, നിങ്ങൾ വരാമോ എന്ന് ചോദിച്ചു. പിന്നെ ഒരാൾ എൻ്റെ കൂടെ വന്നു. അതിനും ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്കും പേടിയാണ്, കാര്യം പറഞ്ഞാൽ കളിയാക്കുമോ. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. അത് തന്നെയായിരുന്നു അന്നേരം എൻ്റെ മെയിൻ പ്രശ്നം. അതാണ്, ഞാൻ എൻ്റെ ലാപ്പിൽ മാതാവിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്.
ഞാൻ എൻ്റെ മലയാളികളായ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാനത് ബുക്കെടുത്ത് പൊത്തി വെക്കും. കാര്യം ഇവരെന്തേലും എന്നെ പറയും. ഞാനിപ്പോൾ ലാപ്പിലെന്നല്ല, ഞാൻ ഇരിക്കണ ക്യാബിനിൽ വരെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നവംബറിൽ അച്ഛനെ കാണാൻ പോയി. ആദ്യത്തെ വീക്ക് ആ കുട്ടിയുമായിട്ട് പോയി. അവിടെ ചെന്നു. അപ്പോൾ അച്ഛനെന്തോ പനിയോ എന്തോ ആയിരുന്നു. അപ്പം ചെന്നപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം അച്ഛനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, കാണാൻ പറ്റൂല മോളെ, മിക്കവാറും പറ്റത്തില്ല, അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ നിപ്പ് 5:30 വരെ നിന്നു. അപ്പോൾ കൂടെ വന്ന ആൻറ്റി അങ്കിളുമാരൊക്കെ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എൻ്റെ കൂടെയുള്ളവൾ ആദ്യം പോകുന്നു. അപ്പോൾ അവൾ ഇങ്ങോട്ട് പറഞ്ഞു, എന്തായാലും നമ്മൾ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങളവിടെ നിന്നു. പെട്ടെന്നായിരുന്നു അവിടെ ഒരു ആൾക്കൂട്ടം വന്നത്. കാര്യം എന്താ, അച്ഛൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ അപ്പം തന്നെ അവിടെ പോയൊരു ലോക്കറ്റും വാങ്ങി. ഞങ്ങൾ 2 പേരും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട്, അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ 2 പേരും ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ കുറേ പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട്, ഒന്ന് മാറ്റി തരണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ അച്ഛൻ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു, ഒരു ലോക്കറ്റും തന്നു. ഞാൻ അതുമായിട്ട് വീട്ടിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വെളുപ്പിനെ എണീറ്റിട്ട് നല്ല തണുപ്പൊക്കെയുള്ള സമയമായിരുന്നു. എന്നാലും എങ്ങനെയോ എണീക്കും, പിന്നെയും കിടന്ന് ഉറങ്ങുമെങ്കിലും 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലാനുണ്ടായിരുന്നു. റൂംമേറ്റും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്ന ഒരു ഇൻസിഡൻറ്റ്. ആ മാസം ഞാൻ അച്ഛനെ കണ്ടു വന്നു. പ്രാർത്ഥന പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ആ മാസത്തെ ചിട്ടി ഞങ്ങൾക്ക് വീണു. ആലോചിക്കണം, KSFEയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടി 1 വർഷമായിട്ടില്ല. ആ 10-600 പേരിൽ നിന്ന് എൻ്റെ അമ്മയുടെ പേര് ചിട്ടി വരണമെങ്കിൽ അത് മാതാവ് വന്നിട്ട് തന്നെയാണ്, അല്ലാണ്ട് ഒരു ഭാഗ്യവും അല്ല. എന്താ പറയണ്ടേ, അത് മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നത് തന്നെയാണ്. അതിനുശേഷം ഞാൻ നിന്ന് തർക്കിക്കും, ആരോട് ഞാൻ പറയും. അതുവരെ എനിക്ക് പേടിയായിരുന്നു. ഇതുങ്ങൾ ഞാൻ ഒരു സെൻറ്റൻസ്, ഞാൻ മാതാവ് എനിക്ക് ഇങ്ങനെ തന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരും, ഒന്ന് പോയേ, നീ പറയണതൊക്കെ വെറുതെയാണ്. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ പല ഫ്രണ്ട്സിലും വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കളിയാക്കിയ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടി ഒന്ന് പ്രാർത്ഥിക്കുമോ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്ന് പറയണവരായി. അപ്പോൾ എനിക്ക് ഇതൊന്നല്ല, ഇതിലും ഞാൻ ഓരോ ചെറിയ സങ്കടം വരുമ്പോഴും, ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ, PhD ചെയ്യണവർക്കറിയാം എന്തോരം സ്ട്രഗിളിങ് ആണെന്ന്. എനിക്കാണെങ്കിൽ 2 പ്രൊഫസേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല മെൻ്റലി നല്ല ഡൗൺ ആവുന്ന ടൈമുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ലൈറ്റ് എ കാൻഡിൽ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തുടങ്ങും, ലൈറ്റ് എ കാൻഡിൽ ഇടും, പ്രാർത്ഥന തുടങ്ങും. ഇത് തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പം എൻ്റെ 3 വർഷമാകും സെപ്റ്റംബർ ആകുമ്പോൾ PhD. അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങളിപ്പോൾ ഫാമിലി ഫുൾ ഇതിൽ വിശ്വസിക്കണതാണ്. ഇപ്പോൾ അച്ഛനാണെങ്കിലും ആദ്യം അച്ഛൻ വരാൻ കുറച്ച് പാടായിരുന്നു. അനിയനും അമ്മയും എപ്പോഴും വരുമായിരുന്നു ഇവിടെ. അച്ഛനും ഇപ്പോൾ ഒരു കാലുവേദന വന്നാലും അച്ഛൻ ആദ്യം എടുത്ത് തൈലം പുരട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇതിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആരോടും നേരത്തെ പേടിയുണ്ടായിരുന്നു, ഹിന്ദുക്കളായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആദ്യം കളിയാക്കിയവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അരൂര് പകുതി പേരും കൃപാസനത്തിൽ വന്നവരാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.